എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു റിങ് വെച്ചു. ഒരു പാത്രം അതിലേക്ക് വെച്ചു. ഒരു 10 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട, കുറച്ച് ചക്കക്കുരു, ഒരു ചെറിയ ബൗള് റവ, വറുത്ത റവയാണ്, ഒരു ബൗള് പഞ്ചസാര, ഒരു 1/4 ഗ്ലാസ് പാല്, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയില്. ഇനി ഈ ചക്കക്കുരുവും പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാരയിൽ ഒരു കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ചക്കക്കുരു കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ. നല്ല പൊടിഞ്ഞില്ലെങ്കിൽ ഒരു തരിതരിപ്പായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഇനി മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പാലൊഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച റവ ഇട്ട് കൊടുക്കുക. പൊടിച്ചു വെച്ച ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. ചക്കക്കുരു മുഴുവനായി അതിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ല അരഞ്ഞില്ലെങ്കിലും ചെറിയൊരു തരിതരിപ്പോടെ ഇരുന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് ഇനി ഇതൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂനട്ട് ഞുറുക്കിയത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ബാറ്റർ ഒഴിച്ചു വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ഒന്ന് നെയ്യ് കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറേശ്ശെ കാഷ്യൂനട്ട് വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി മാവ് അതിലേക്ക് ഒഴിക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. വെറുതെ കളയുന്ന ചക്കക്കുരു ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് എടുത്തു വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് കാഷ്യൂനട്ട് വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക.
ഇത് അടച്ച് വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വയ്ക്കുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ലപോലെ സ്പോഞ്ച് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.